നമസ്കാരം. ഹായ് അനന്തേട്ടാ. നിങ്ങൾ എന്നോട് വിളിക്കുമ്പോൾ ചോദിക്കാറില്ലേ നിനക്കവിടെ എന്തരടേ പരിപാടി എന്ന്. അപ്പം ഇന്ന് ചിങ്ങം ഒന്നായിട്ട് ഞായറാഴ്ചയാണ്. പിന്നെ ജോലിക്ക് പോകണ്ട. പിന്നെ രാവിലെ എഴുന്നേറ്റ് വിടാനുള്ള അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ചു. നാട്ടിലാണെങ്കിൽ നമ്മുടെ കേരളത്തിലത്തെ മഹാവിഷ്ണു കോവിലൊക്കെ പോകില്ലേ, അപ്പം അതുപോലെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ മണി 10:30 ഇവിടെ 10:00-ക്കാണ് അമ്പലം തുറക്കുന്നത്, നട തുറക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് കുളിച്ചിട്ട് അമ്പലത്തിലോട്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വിചാരിച്ചു. അപ്പോൾ മുടിയൊക്കെ വെട്ടി എങ്ങനെയുണ്ട്, പുതിയ ലുക്ക് എങ്ങനെയുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് അമ്പലത്തിലോട്ട് പോകാം. ഇത് ഞാൻ താമസിക്കുന്ന വീട് ഇങ്ങോട്ടാണ് അമ്പലം. ഇതാണ് ഇവിടുത്തെ ഒരു ബസ്. ലണ്ടനിലാണെങ്കിൽ ചുവന്ന കളറാണ്, ഇവിടെ പച്ചയും മഞ്ഞയൊക്കെ ഉണ്ട്. നല്ല വെയിലാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ കഴിയാറായി, എന്നാൽ ഇന്നൊരു നല്ല സണ്ണി ഡേ ആണ്. ഞാനീ താമസിക്കുന്നത് ലണ്ടന് പുറത്തായിട്ട് റെഡിങ് എന്ന് പറയുന്ന സ്ഥലത്ത്, UK റെഡിങ് എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. ഇതാണ് സ്ട്രീറ്റ്, ഞാൻ താമസിക്കുന്ന സ്ട്രീറ്റ്. ഇന്നൊരു അവധി ദിവസം ആയതുകൊണ്ട് വലിയ തിരക്കൊന്നുമില്ല, അല്ലെങ്കിൽ കുറച്ചും കൂടെ ബസ്സുകളും കാറുകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിവിടുത്തെ ഒരു ട്രാഫിക് സിഗ്നൽ. നമുക്കിവിടെ നിന്ന് റോഡ് അങ്ങോട്ട് ക്രോസ് ചെയ്യാം. അപ്പോൾ അതിന് നമ്മളിവിടെ വന്നിട്ട് ഈ സ്വിച്ചിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇവിടെ പച്ച എത്തുമ്പോൾ നമുക്ക് റോഡ് മുറിച്ച് കിടക്കാം. ഇനിയിപ്പം കണ്ണിന് കാഴ്ചശക്തി കുറവുള്ളവരാണെങ്കിൽ ഈ പച്ച കത്തി ഇതിൻ്റെ അടിയിലൊരു സ്വിച്ചുണ്ട്, അതിൽ കൈ വെച്ചാൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അങ്ങനെ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. നമ്മൾ നടന്ന് അമ്പലത്തിനടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലൊരു അമ്പലത്തിൻ്റെ ലുക്കും ഒന്നുമല്ല, ഇതാണ് അമ്പലം. കണ്ടോ, എഴുതിക്കുന്നുണ്ടോ, റെഡിങ് ഹിന്ദു ടെമ്പിൾ. ഫ്രണ്ടിൽ അമ്പലത്തിൽ വരുന്നവർക്ക് കാർ പാർക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. പതിയെ അമ്പലത്തിനകത്തോട്ട് കയറാം. അമ്പലത്തിനകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഉള്ളിലോട്ട് കയറി നമുക്ക് നമ്മുടെ ചപ്പൽസൊക്കെ വയ്ക്കാം. അപ്പം അമ്പലത്തിൽ കയറി തൊഴുതിറങ്ങിയതിന് ശേഷം ബാക്കി വീട്ടിൽ. അമ്പലത്തിൽ നിന്ന് ലഡുവാണ് പ്രസാദമായിട്ട് കിട്ടിയത്. ലഡു. പിന്നെ അമ്പലത്തിനകത്ത് വിഗ്രഹങ്ങളൊക്കെ ഇപ്പം നിങ്ങൾ കണ്ടു. അപ്പം ഞാൻ അവിടെ അമ്പലത്തിൽ തൊഴുതുകൊണ്ടിരുന്നപ്പം അമ്പലത്തിൽ വന്ന മറ്റു കുറച്ച് ആൾക്കാർ ഇതുപോലെ വീഡിയോ ഫോട്ടോയൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെ അമ്പലത്തിനകത്ത് വിഗ്രഹങ്ങളുടെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഞാനിങ്ങനെ ഇവിടെ അമ്പലത്തിൻ്റെ ഒരു അധികാരി അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഫോട്ടോ എടുക്കാമോ വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുക്കാം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവരുടെ അനുമതിയോട് കൂടിയിട്ടാണ് അമ്പലത്തിനകത്തെ ദൃശ്യങ്ങളൊക്കെ പകർത്തിയത്. അപ്പം ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈല് ആയിട്ടുള്ള ഒരു അമ്പലമാണ്.
നമ്മുടെ നാട്ടിലെ അമ്പലം പോലെയല്ല, നോർത്ത് ഇന്ത്യൻ രീതിയിലുള്ളതാണ്. വിഗ്രഹങ്ങളൊക്കെ അവരുടെ ആ ഒരു രീതിയിലുള്ളതാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പകർത്താമെന്ന് കരുതി അങ്ങനെയാണത് ദൃശ്യങ്ങൾ പകർത്തിയത്. അവരുടെ അനുമതിയോട് കൂടി തന്നെയാണ് പകർത്തിയത്. ഞാനങ്ങനെ അമ്പലത്തിൽ നിന്ന് തൊഴുതിറങ്ങി. ഇനിയിപ്പോൾ ഒന്ന് കുറച്ച് ചെറിയ ഷോപ്പിങ്ങിനായിട്ടൊന്ന് പോകാം. ഇവിടെ അമ്പലത്തിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 10:30 തൊട്ട് 1 മണി വരെ, ഉച്ചയ്ക്ക് 1 മണി വരെയും, വൈകുന്നേരം 6 മണി മുതൽ 8 മണി വരെ. അതാണ് സമയക്രമം. പിന്നെ ഇവിടെ ആഴ്ചയിൽ 3 ദിവസം യോഗ പരിശീലനമുണ്ട്, യോഗ പഠിപ്പിക്കുന്നുണ്ട്. ചെറിയ ഫീസ് അടച്ചാൽ മതിയാവും. അത് അമ്പലത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആ ഫീസ് പോകുന്നത്. അവിടെ അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ ഞാൻ കണ്ടു. ഇവിടെ പഠിക്കാൻ വരുന്നതിൽ നമ്മുടെ ആൾക്കാരും നോർത്ത് ഇന്ത്യക്കാരും പിന്നെ വിദേശികളൊക്കെ ഉണ്ട് യോഗ പഠിക്കാനായിട്ട് ഇവിടെ. നോർമലി ഈ 2 കടയിൽ നിന്നാണ് പെട്ടെന്ന് എന്തെങ്കിലും വാങ്ങണമെങ്കിൽ ഈ എക്സോട്ടിക് എന്ന് പറഞ്ഞ മാർക്കറ്റിൽ നിന്നും പിന്നെ അതിന് ഓപ്പോസിറ്റ് ടെസ്കോ എന്ന് പറയുന്ന ഷോപ്പുണ്ട്. നമ്മുടെ മെയിനായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഉണ്ട്. വെണ്ടയ്ക്കയുണ്ട്, പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ട്, പാവയ്ക്കയുണ്ട്, ക്യാരറ്റ്, സാലഡ്, സാലഡ് വെള്ളരി, ബീൻസ്, അമരയ്ക്ക, ഇഞ്ചി. ഞാൻ വന്നത് ഞാൻ സ്ഥിരം വാങ്ങുന്നൊരു ആലു പൊറോട്ടയാണ്. ഇതാണ് ഞാൻ സ്ഥിരം വാങ്ങുന്ന ആലു പൊറോട്ട. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അച്ചാറ്, പല അച്ചാറെല്ലാം ഉണ്ട്. ബസുമതി റൈസ്, നമ്മുടെ പാലക്കാടൻ മട്ട റൈസ്. അങ്ങനെ അമ്പലത്തിൽ പോയി തൊഴുതു, കടയിൽ പോയി സാധനം മേടിച്ചു. ആലു പൊറോട്ടയാണ് മേടിച്ചത്, ഫ്രോസൺ. ആകുമ്പം രാവിലെ ജോലിക്ക് പോകുന്ന ദിവസങ്ങളിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ചൂടാക്കി മതി. ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകുന്നു. വീട്ടിലോട്ട് പോകുന്ന വഴിക്ക് ഇതിവിടെ ഉള്ളൊരു ബസ് സ്റ്റോപ്പാണ്. കുറച്ച് കുപ്പിയും പരിപാടിയൊക്കെ ആയിട്ട് അലമ്പായിട്ട് കിടക്കുവാണ്. സാധാരണ നല്ല രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. ഇത് കുറച്ച് മോശമായിട്ട് കിടക്കുവാണ്. ബസ്സിൻ്റെ സമയവിവരങ്ങൾ ഒക്കെ എഴുതി വെച്ച ഒരു ബോർഡാണിത്. പിന്നെ ഏത് ബസ്സൊക്കെയാണ് ഇതുവഴി പോകുന്നതെന്ന് ആണ് മോഡിൽ സൂചിപ്പിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റോപ്പിനെ വെച്ച് നോക്കുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലക്ഷങ്ങളുടെ വിലമതിക്കുന്ന ബസ് സ്റ്റോപ്പൊന്നുമല്ല. പിന്നെ MLA-മാരുടെ MP-മാരുടെ പേരൊന്നും ബസ് സ്റ്റോപ്പിലില്ല. അതാണ് ഇവിടുത്തെ ഒരു വ്യത്യാസം. ഇപ്പം നിങ്ങൾ കാണുന്നത് ഒരു ചെറിയ ബസ് സ്റ്റോപ്പാണ്. അവിടെ വണ്ടിയൊക്കെ നിർത്തും. അവിടെയും നിർദ്ദേശങ്ങൾ ഏത് ബസ്സൊക്കെയാണ് പോകുന്ന സമയമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഷെഡായിട്ടില്ല. അതിന് ബാക്കിലായിട്ട് കാണുന്ന ഈ കെട്ടിടമില്ലേ, ഇത് 125 വർഷം പഴക്കമുള്ള കെട്ടിടമാണ്. അതിൽ എഴുതി വെച്ചിട്ടുണ്ട് 1990 1900 പണിത കെട്ടിടമാണ്. 1990 അല്ല, 1900 പണിത കെട്ടിടമാണ്. 1900 അതിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ നടന്ന് ഒടുവിൽ നമ്മൾ നമ്മുടെ വീട്ടിലെത്തി. രാവിലെ സൈക്ലിങ്ങിന് വന്നൊരു ചേട്ടനാണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് പുതിയ നമ്മുടെ നാട്ടിൽ കാണാൻ പറ്റാത്ത കുറേ മോഡൽ കാറുകളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ അമ്പലത്തിൽ പോയി ചെറിയൊരു ഷോപ്പിങ്ങിന് പോയിരുന്നു. തിരിച്ച് വീടെത്തി.
അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചു എന്ത് പതിവില്ലാതെ അമ്പലത്തിലൊക്കെ പോയേ. പുള്ളി മലയാളിയല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്ന് ഞങ്ങളുടെ ന്യൂ ഇയർ ആണ്, ചിങ്ങം 1 അങ്ങനെ അമ്പലത്തിൽ പോയതാന്ന് പറഞ്ഞു. അപ്പോൾ ചോദിച്ചു നിങ്ങൾക്ക് എത്ര ന്യൂ ഇയർ ഉണ്ട്? ഏപ്രിലിൽ എന്തോ ഇതുപോലെ ഫംഗ്ഷൻ ഇല്ലായിരുന്നു, ഇനിയിപ്പം വേറെ ഫംഗ്ഷൻ വരുന്നില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു അത് ഏപ്രിലുള്ളത് വിഷു, ഇനി വരാൻ പോകുന്നത് ഓണം, ഇതാണ് ചിങ്ങം 1. ചിങ്ങം 1 നമ്മൾ പുതുവത്സരമായിട്ട് ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞു. ഇങ്ങനെയുണ്ട് സെറ്റപ്പ്. ഒരു വലിയ മിററാണ് വീടിൻ്റെ കയറി വരുന്ന സ്ഥലത്ത് ഫ്രണ്ടിലുള്ള. അപ്പം ഇതാണ് ചിങ്ങം 1 ഒരു ഞായറാഴ്ചയായിട്ട് ഇവിടുത്തെ എൻ്റെ പരിപാടി. നാട്ടിലായിരുന്നെങ്കിൽ ഇപ്പം അമ്പലത്തിൽ സപ്താഹം തുടങ്ങുന്ന ദിവസമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയറൊക്കെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ ജീവിക്കുന്നു, ഇങ്ങനെ അങ്ങ് പോകുന്നു. പിന്നെ ഉള്ള സാഹചര്യങ്ങളൊക്കെ വെച്ച് ഹാപ്പി ആയിട്ട് പോകുന്നു. അപ്പോൾ എന്തായാലും ബൈ ബൈ.